ഇന്നത്തെ റെസിപ്പി നമ്മുടെ ബാക്കി വന്ന ചപ്പാത്തി ഉണ്ടല്ലോ അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു നല്ല റെസിപ്പിയാണ് കേട്ടോ. നമുക്കിതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാം. മാത്രമല്ല ചപ്പാത്തി ഇഷ്ടമില്ലാത്തവരുണ്ടല്ലോ അവർക്ക് ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ അവരെന്തായാലും ഇത് കഴിച്ചോളും. അത് നല്ല എളുപ്പമാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇനി ബാക്കി വന്ന ചപ്പാത്തി ഒന്നും കളയണ്ട, അതുപോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടി എൻ്റെ അടുത്ത് ഇപ്പോൾ 2 ചപ്പാത്തിയാണ് ബാക്കിയായിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കൂടുതൽ ചപ്പാത്തി ഉണ്ടെങ്കിൽ 2 ചപ്പാത്തി എടുത്ത് ഇതുപോലെ റോൾ ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. 2 മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ മുട്ട ഇവിടെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെക്കുക, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ എല്ലാ ഭാഗത്തും ആക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട ഉണ്ടല്ലോ അതിനെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുട്ട ഒഴിച്ചു കൊടുത്തിട്ട് അതിന് ഞാനൊരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ടാണ് ഒന്ന് ചിക്കി എടുക്കുന്നത് കേട്ടോ. ചിക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ ഭാഗത്തും അങ്ങനെയാണോ പറയാമെന്ന് എനിക്കറിയില്ല. നമ്മൾ സ്ക്രാമ്പിൾഡ് എഗ്ഗില്ലേ അങ്ങനെ ആക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് ഇളക്കി കൊടുത്താൽ എന്താ വെച്ചാൽ എനിക്ക് വലിയ വലിയ പീസായി കിട്ടാൻ വേണ്ട. നിങ്ങൾക്ക് എത്ര വലിപ്പമുള്ള പീസാണ് വേണ്ട അതിനനുസരിച്ച് മുട്ട ഒഴിച്ചപാട് ചിക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ആ മുട്ട ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതേ ചട്ടി തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. ഇത് തന്നെ ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് വേറെ ചട്ടിയിൽ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ചെറുതാക്കി അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു പച്ചമുളക്, ഇതെല്ലാം കൂടി ഒന്നിച്ചാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. സെപ്പറേറ്റ് ഇടണമെന്നൊന്നുമില്ല, ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും ചേർത്ത് ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഈ സവാള ഉണ്ടല്ലോ അതൊന്ന് ട്രാൻസ്പെറൻ്റായി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല, ഗരം മസാല ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ ചപ്പാത്തിലും കൂടെ പിടിക്കാനുള്ള അളവിന് വേണം മുളക് പൊടിയൊക്കെ ചേർക്കാൻ. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച ചപ്പാത്തി ഉണ്ടല്ലോ അതിനതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ചപ്പാത്തിയിലൊക്കെ ഈ മസാല നന്നായിട്ട് പിടിക്കണം. അപ്പോൾ ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ചപ്പാത്തി ഭയങ്കര ഡ്രൈ ആയിട്ട് പോകും കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് മുട്ട ചേർത്ത് കൊടുക്കുക എന്നുള്ളത്. നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുട്ട ഉണ്ടല്ലോ അതിനതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മുട്ടയിലും ആ മസാലയൊക്കെ ഒന്ന് ആവുന്ന രീതിക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയില ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് ഇഷ്ടമില്ലാത്തവരാണ് അല്ലെങ്കിൽ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്യാം കേട്ടോ. പിന്നെ നിങ്ങളുടെ അടുത്ത് ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ, ഫ്രൈ ചെയ്ത ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ്. അത് നമ്മൾ ആ ഉള്ളി വഴറ്റല്ലോ ആ സമയത്ത് ഉള്ളി വഴറ്റി കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ചിക്കനൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ, അതേപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. താങ്ക്